മോന് ഷീറ്റ് അടുക്കി വയ്ക്കുന്ന വീഡിയോ ആണ് ഇത്. എന്ത് ജോലിയാവും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യും. പഠിക്കാൻ മാത്രം കുറച്ച് സമയമെടുക്കും. പഠിച്ചത് പിന്നെ അവൻ അത്രയും പിക്ചർ പെർഫെക്റ്റായിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുക. നമ്മൾ പറയുക പോലും വേണ്ട, അവനറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. മോൻ്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഞാൻ നിമാൻസിലാണ് പറഞ്ഞു വെച്ചത്. നിമാൻസിൽ ചെന്നതോടുകൂടി എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഗൾഫിൽ നിന്ന് വന്നിട്ട് അധികം സമയമായിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഡെയിലി കാൾ വരുന്നു. ഒന്നും എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. മോനും ആഹാരം ഗൾഫിൽ നിന്ന് പറിച്ച് നട്ടതിൻ്റെ ആയിരിക്കാം, അവന് ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്നും ശരിയാവുന്നില്ല. കാല് നിലത്തൂന്നി നടക്കില്ല, വിരലുകളിലാണ് അവൻ്റെ നടത്തം. എന്താഹാരം കൊടുത്തു കഴിഞ്ഞാലും അവനത് മണത്ത് നോക്കും. ഒരു ഭക്ഷണം അവന് ആവശ്യമില്ല. ആകെ കഴിക്കുന്നത് മാതള നാരങ്ങയും കുറച്ച് ഐസ്ക്രീം, ഓറഞ്ച്, അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഒരു മാസം ആ കുട്ടി അവിടെ ആഹാരം കഴിച്ച് ജീവിച്ചത്. അവിടുത്തെ മിൽമ ബൂത്തിൽ കൊണ്ടുപോയി പാല് വാങ്ങിച്ചു കൊടുക്കും, അതൊന്നും കഴിക്കില്ല. ഡെയിലി അവിടുത്തെ ഓരോ സെഷനാണ്. അവർ പിന്നെ ഓട്ടിസത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് മോൻ്റെ അവസ്ഥ, എന്താണ് ഓട്ടിസം, മോൻ്റെ ഭാവിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. മോൻ്റെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പിന്നെ അവർക്ക് തെറാപ്പി കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യങ്ങൾ. അതിൽ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത് കാരണം വൈഫ് കൂടെ ഉണ്ടായിരുന്നില്ല. അവൾക്കാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു. ഞാൻ മൊത്തത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലൊന്നും കയറാത്ത വല്ലാത്തൊരു ആദി പിടിച്ചൊരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ ഒരു തവണ എല്ലാവരോടും കൂടെ പറഞ്ഞു, ഇങ്ങനെയുള്ള പിള്ളേരുള്ള മക്കൾ നിങ്ങൾ ഇനി അടുത്തൊരു കുട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുക. കാരണം പഠനങ്ങൾ പറയുന്നത് 60% വരെ ഓട്ടിസമുള്ള മാതാപിതാക്കൾക്ക് വീണ്ടും അത്തരത്തിലുള്ള കുട്ടികൾ ജനിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. അത് കേട്ടോടുകൂടെ എൻ്റെ മനസ്സ് ആകെ മൊത്തം, കാരണം എൻ്റെ വൈഫ് രണ്ടാമത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു മാസം അവിടെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇതുവരെ ഞാൻ ജീവിച്ചതായിരുന്നില്ല എൻ്റെ ജീവിതം, ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം സാധാരണ എല്ലാവരുടെയും പോലെയുള്ളൊരു ജീവിതമല്ല, വേറൊരു ലെവലിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിൽ ചെല്ലുന്നത്. അപ്പോഴും ഭാര്യയ്ക്കും എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അവളുടെ ആ മുഖത്തുള്ള പ്രസരിപ്പ് പോയി, ഉന്മേഷം പോയി. രണ്ടാമത്തെ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവിടുന്ന് ഓരോ കുട്ടിയുടെ ഓരോ വളർച്ചാഘട്ടങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്ടേഴ്സ് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുട്ടി നമ്മളുമായിട്ട് ഐ കോണ്ടാക്റ്റ് ഉണ്ടോ, നമ്മൾ അവരുമായിട്ട് കൊഞ്ചുമ്പോഴും ഒക്കെ നമ്മുടെ കണ്ണിൽ നോക്കി ചിരിക്കുന്നുണ്ടോ, നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അവർ നമ്മളെ കൂടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ടോ, യഥാർത്ഥ സമയത്ത് കഴുത്തുറയ്ക്കുന്നുണ്ടോ, കമിഴുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. എൻ്റെ രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ ഞാൻ ആ കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ മൂത്ത മോനെ ഷാബിനെയല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയെ മടിയിലിരുത്തിയിട്ടും അവന് കിടക്കുമ്പോഴും അവൻ ഉറങ്ങുമ്പോഴും എല്ലാം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവനിൽ ഈ പറഞ്ഞ വല്ല ലക്ഷണങ്ങളും കാണുന്നുണ്ടോ, അതോ ഇവന് ഓട്ടിസ്റ്റിക് ആണോ, ഇവന് ചെവി കേൾക്കുന്നുണ്ടോ, ഇവന് കണ്ണ് കാണുന്നുണ്ടോ, ഇവന് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ, ആ ഒരു പരീക്ഷണത്തിലായിരുന്നു ഞാൻ. അവിടുന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷൊർണൂർ ഐക്കോൺസിൽ പോയി. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലെ ആർഭാട ജീവിതത്തിൽ നിന്നും ഞങ്ങളൊരു ഒറ്റ മുറിയിലേക്ക് ഞങ്ങളുടെ ജീവിതം പറിച്ചു നട്ടു. ഒരു 100 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്തൊരു ബെഡ്റൂമും ഒരു 10, 30, 40 സ്ക്വയർ ഫീറ്റുള്ളൊരു ചെറിയ ഹാളിനകത്ത് ഒരു ടേബിളിട്ട് അതിനകത്താണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അവിടെ വെള്ള സൗകര്യമില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ പുറകുവശത്തെ പൈപ്പിൽ പോയി വെള്ളം എടുക്കണം, പാത്രം കഴുകണം. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറി. വൈഫിനെ സംബന്ധിച്ച് മോൻ്റെ കാര്യങ്ങൾ നിമാൻസ് എന്ന് പറഞ്ഞത് അവൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും രാവിലെ ഞാനാണ് അവിടെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതും തെറാപ്പിക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ. അതിനെക്കുറിച്ചൊന്നും അവൾക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ മോനിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുക്കെ. കാരണം മൂത്ത മോൻ ജനിച്ച് 4.5 വയസ്സ് വരെ ഓട്ടിസം എന്ന വാക്ക് പോലും ഞാൻ കേട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓട്ടിസത്തെക്കുറിച്ച് ഏകദേശമൊക്കെ അറിവുണ്ട്. അപ്പോൾ അത് വെച്ച് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യണം.